കോഴിക്കോട് ജില്ലയിലെ ആകെ സീറ്റുകളും ഈ വർഷം അപേക്ഷ നൽകിയവരുടെ എണ്ണവും. കോഴിക്കോട് ജില്ലയിലാകെ 5 DLED കോളേജുകളാണ് ഉള്ളത്. അതിനകത്ത് 2 എയ്ഡഡ് മൈനോറിറ്റിയാണ്. എയ്ഡഡ് മൈനോറിറ്റികൾ അപേക്ഷകൾക്ക് സെപ്പറേറ്റ് ആയതുകൊണ്ട് ആ സീറ്റ് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയില്ല. ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെ കാര്യമാണ് പറയുന്നത്. ഗവൺമെന്റ് സീറ്റുകളിലാകെ 108 സീറ്റുകളാണ് വരുന്നത്. 108 സീറ്റ് 40% സയൻസിനും 40% സീറ്റ് ഹ്യൂമാനിറ്റി 20% കൊമേഴ്സിനും എന്നുള്ള രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ 42 സീറ്റ് സയൻസിനും 42 സീറ്റ് ഹ്യൂമാനിറ്റീസിനും 21 സീറ്റ് കൊമേഴ്സിനും എന്നുള്ള രീതിയിലാണ് വരിക. സെൽഫ് ഫിനാൻസിന്റെ കേസിൽ കോഴിക്കോട് 9 കോളേജുകളാണ് ഉള്ളത്. അതിലൊരു കോളേജിൽ മാത്രം 100 സീറ്റ് ഉണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ആകെ 500 സീറ്റാണുള്ളത്. 50% സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റ് ആയതുകൊണ്ട് പകുതി സീറ്റുകളാണ് മെറിറ്റ് സീറ്റിലേക്ക് പരിഗണിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് 250 സീറ്റാണ് കോഴിക്കോട് ജില്ലയിൽ ആകെ ഉണ്ടാവുക. 100 സീറ്റ് ഹ്യൂമാനിറ്റീസ്, 100 സീറ്റ് സയൻസ്, 50 സീറ്റ് കൊമേഴ്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സീറ്റ് വിഭജനം നടക്കുക. സീറ്റുകളുടെ എണ്ണത്തിൽ നിന്ന് റിസർവേഷൻ പ്രകാരമുള്ള സീറ്റുകളുടെ എണ്ണം കുറയുന്നതാണ്. ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ എണ്ണമാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഗവൺമെന്റ് കോളേജുകളിലേക്ക് 427 സയൻസ് പഠിച്ചവരും 284 ഹ്യൂമാനിറ്റീസ് പഠിച്ചവരും 248 പേര് കൊമേഴ്സ് പഠിച്ചവരും അപേക്ഷിച്ചിട്ടുണ്ട്. ഇത്രയും അപേക്ഷകരുടെ മാർക്ക് മറ്റ് റിസർവേഷനൊക്കെ അടിസ്ഥാനപ്പെടുത്തി 42 സയൻസ് പഠിച്ചവർക്കും 42 ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും 21 കൊമേഴ്സ് പഠിച്ചവർക്കും അഡ്മിഷൻ കിട്ടും. സെൽഫ് ഫിനാൻസിന്റെ കേസിൽ 291 സയൻസ് പഠിച്ചവരും 390 ഹ്യൂമാനിറ്റീസ് പഠിച്ചവരും 150 കൊമേഴ്സ് പഠിച്ചവരുമാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അപേക്ഷ നൽകിയവരിൽ നിന്ന് സയൻസ് പഠിച്ച 100 പേർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച 100 പേർക്കും കൊമേഴ്സ് പഠിച്ച 50 പേർക്കും അഡ്മിഷൻ കിട്ടും. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ആകെ സീറ്റുകളുടെ എണ്ണവും അതേപോലെ അപേക്ഷകരുടെ എണ്ണവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ നല്ല മാർക്ക് വേണം എന്ന് പറയുന്നത് പല ജില്ലകളിലും ഗവൺമെന്റ് കോളേജുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. കോഴിക്കോട് ജില്ലയിലെ അപ്ലിക്കൻ ലിസ്റ്റ് പരിശോധിച്ച് നിങ്ങളെക്കാൾ മാർക്ക് കൂടി എത്ര പേര് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം ഒരു ധാരണ കിട്ടും. എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഡീലറുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.